ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കല്യാൺ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈ നഗരത്തിലെ നമ്മുടെ 2 സ്റ്റോപ്പുകളിൽ ആദ്യത്തെ സ്റ്റോപ്പ് കല്യാണിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 5:23. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു പ്ലാറ്റ്ഫോം 7. പ്ലാറ്റ്ഫോം 7ൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് മംഗള എക്സ്പ്രസ്സിലുള്ള ഒരു യാത്രയിലാണ്. നമ്മളിപ്പോൾ കല്യാൺ ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ഡേ പ്രയാണം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഡൽഹി മുതൽ ബുർഹാൻപൂർ വരെയുള്ള യാത്ര കണ്ടിട്ടുണ്ടാവും. ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ കല്യാൺ മുതൽ ഷൊർണൂരിലേക്കുള്ള യാത്രയാണ് കാണുന്നത്. ജസ്റ്റ് കല്യാൺ എത്തിയിട്ടുള്ള സമയം 5:23. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് പൻവേലാണ്. നേരം വെളുത്തിട്ടില്ല, വിൻ്റർ ആയതുകൊണ്ട് നേരം വെളുക്കാൻ നല്ലോണം ലേറ്റ്. എനിക്കൊന്ന് പൻവേൽ എത്തുമ്പോഴും ഏകദേശം ഈ ഒരു ഇതൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും പൻവേൽ സ്റ്റേഷൻ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇരുട്ട് തുടരുകയാണെങ്കിൽ ഞാൻ വീണ്ടും കടന്നു പോകും. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 39040 ഇറ്റാർസി വാപ്പ് 7 സിദ്ധേശ്വർ എക്സ്പ്രസ്സോടെ കല്യാണിലേക്ക് എത്തി. നമ്മളോട് പോസ്റ്റഡ് കുറേ നേരമായി. ഇപ്പോൾ നമുക്കിതുവരെ പുറപ്പെടാനുള്ള സിഗ്നലൊന്നും ആയിട്ടില്ല. അപ്പോഴത്തെ ഇറങ്ങുന്നൊരു 15 കാർ ലോക്കൽ ട്രെയിനാണ്. ഇപ്പോഴത്തെ സായിനഗർ ഷിർഡി ദാദർ എക്സ്പ്രസ് ആണ് ഈ കയറി വരുന്നത്. ഇത് പൂനെ വഴി വന്ന ട്രെയിനാണ്. 32665 വാഗ് 9 ആണത്. – 5:23 എത്തിയിട്ടത്. അപ്പോൾ 5:50 നമ്മൾ സ്റ്റാർട്ടറായി. ഫൈനലി അഡ്വാൻസ്ഡ് റെഡാണ്, സ്റ്റാർട്ടറായിട്ടുണ്ട്. ഫൈനലി 5:51 കല്യാണിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളങ്ങനെ പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഡോംബിവലി സ്റ്റേഷൻ്റെ സൈഡിലൊന്ന് കിടക്കുകയാണ്. നമ്മൾ 5th 6th ലൈനിലാണ്, അതുകൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം ഇല്ല. നമ്മൾ ഡോംബിവലി സ്റ്റേഷൻ്റെ സൈഡിലാണ്. ഇവിടെ ഇന്ന് മൺഡേ മോർണിംഗ് ആണ്. മൺഡേ മോർണിംഗിന് തിരക്ക് കണ്ടോ. സമയം 6 മണി ആയതേ ഉള്ളൂ. 6 മണി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇനി അങ്ങോട്ട് ദിവസം നീണ്ടു വന്ന് കിടക്കുന്നുള്ളൂ. ഒരു 7 മണി 8 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാലുകുത്തുന്ന സ്ഥലം ഉണ്ടാവില്ല. മുംബൈ CSMTയിലോട്ടുള്ള ലോക്കൽ ട്രെയിനാണ് വന്നത്. ഈ തിരക്ക് മുഴുവൻ അതിനകത്തൊരു ഇടിച്ചു കയറും. ഞാൻ കല്യാൺ വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ നേരം വെളുപ്പിനായിരുന്നു. നേരം വെളുത്ത് കണ്ടപ്പോൾ ഞാൻ വിളിച്ച് വണ്ടി പൻവേലൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവുന്നു. എവിടെ ഇതേ കാണുന്ന കലമ്പുള്ളിയിലെ പുതിയ കോച്ചിങ് ആകാൻ എത്തിയിട്ടുള്ളൂ. കലമ്പുള്ളി ഇത്രയുള്ളൂ ട്രെയിൻ. ഇപ്പോൾ ജസ്റ്റ് കലമ്പുള്ളി സ്റ്റേഷനിലോട്ട് കയറുന്നു, ഇത്രയായിട്ടു. അപ്പോൾ കല്യാണും പൻവേലിനും ഇടയ്ക്ക് വണ്ടി കുറേ നേരം അവിടെ പിടിച്ചിട്ടു. ഞാൻ ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഞാൻ കാണിച്ചായിരുന്നു, ഡോംബിവിൽ കാണിച്ചായിരുന്നു. ഡോംബിവിൽ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചത് ജസ്റ്റ് ഒന്ന് പോയി ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ പൻവേൽ എത്തുമ്പോഴേക്കും ചാർജായി തീരുമല്ലോ എന്നും വെച്ചാൽ അവിടെ കിടന്നതാണ്, ഉറങ്ങിപ്പോയി. സമയം 7:37 എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മണിക്കൂറിന് മേലെ ലേറ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ജസ്റ്റ് കലമ്പുള്ളി സ്റ്റേഷൻ പാസ് ചെയ്യുന്നു. ഇതാണ് കലമ്പുള്ളിയിലെ പുതിയ പിറ്റ് ലൈൻസ്. പണി പകുതിയായി കിടക്കുകയാണ്. ബാക്കി കാണുന്ന പാലം ഇതാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈനാണ്. ആ DFCയുടെ ലൈൻ ഇവിടെ വെച്ച് കലമ്പുള്ളി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് വരും. ഈ റൈറ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന 2 പുതിയ ട്രാക്ക് എന്ന് പറയുന്നത് DFCയുടെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ട്രാക്കുകളാണ്. പിന്നെ വർക്ക് വളരെ സ്ലോയുടെ ഇഴഞ്ഞ് നീങ്ങിയാണ് പോകുന്നത്.
അജ്നി ഷെഡിന് 3755 നാഗ്പൂർ മഡ്ഗാവ് നാഗ്പൂർ സ്പെഷ്യൽ. നാഗ്പൂരിൻ്റെ വാക് 12B60272 കണ്ടെയ്നറിൽ കൂടെ നിൽക്കുന്നു. നമ്മൾ പൻവേലിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 കയറുന്നത്. വെൽക്കം ടു പ്ലാറ്റ്ഫോം 7 ഫോക്സ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, നമ്മളങ്ങനെ പൻവേലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡേ 2 ഓഫ് ദി യാത്ര. നമ്മൾ ജസ്റ്റ് പൻവേൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടിടാനും മാത്രമൊന്നും തണുപ്പില്ല. ആ കോട്ട് അങ്ങനെ കിടന്നുകൊണ്ട് അങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ. അല്ലാണ്ട് കോട്ടിടാനും മാത്രമുള്ള തണുപ്പൊന്നുമില്ല. ജസ്റ്റ് പൻവേൽ സ്റ്റേഷനിൽ എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. നമ്മൾ 1 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സമയം ഇവിടെ പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. 7:55 പൻവേലിൽ നിന്ന് പുറപ്പെട്ടു. ഇറ്റാർസി ഷെഡിൻ്റെ 32508 ACC എന്ന് പറഞ്ഞ സിമെൻറ്റ് ബൾക്കർ റോഡാണ്. ന്യൂ കട്നി ജംഗ്ഷൻ്റെ 27622 വാഗ് 7 എനർജൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പൻവേൽ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിലുള്ള കുറേ ലാൻഡ് ക്ലിയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് 2 പാലങ്ങളും കാണാം. ഒരെണ്ണം ആ വയലറ്റ് പോലത്തെ ലാവൻഡർ കളർ അടിച്ച ഒരു പാലം, പിന്നെ ഇപ്പോഴത്തെ വെള്ള അടിച്ചുകൊണ്ടിരിക്കുന്ന പാലം. അപ്പുറത്തെ പെയിൻ്റ് അടിച്ചിരിക്കുന്ന കളർ അടിച്ചിരിക്കുന്ന പാലം എന്ന് പറയുന്നതാണ് പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ പാലമാണത്. ഈ പൻവേൽ കർജത്ത് സബർബൻ കോറിഡോർ എന്ന് പറയുന്നത് പൻവേലിൽ നിന്ന് ആരംഭിച്ചിട്ട് ഈ പാലം വഴി കയറി നമ്മുടെ ഈ ലൈനെ ക്രോസ് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടുവേർഡ്സ് കർജത്ത് പോകും. പിന്നെ താഴെ പണി നടക്കുന്ന പുതിയ പാലം DFCയുടെ പാലമാണ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ പാലമാണ്. ആ പാലം വഴി വരുന്ന ട്രെയിനുകൾ കുറച്ച് മുന്നോട്ട് കയറിയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞങ്ങ് നേരെ JNPTയിലോട്ട്, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് JNPT പോർട്ടിലേക്ക് പോകും. ഇതിവിടെ ഇപ്പോൾ ഒരു ഡബിൾ ലൈൻ റൈറ്റിലോട്ട് പോകുന്ന കാണാം. അത് JNPTയിലോട്ടുള്ള നിലവിലെ ലൈനുകളാണ്. വലതുവശത്തായിട്ട് പുതിയതായിട്ട് ലേ ചെയ്യുന്ന ലൈനുകൾ കാണാം. അതാണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈന്. മറ്റേ കർജത്ത് ലൈനിൻ്റെ പാലത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നില്ല. അതിന് ഗാർഡർ പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. JNPT സൈഡിൽ നിന്നൊരു ഫ്രൈറ്റ് വരുന്നതും കാണാം. ഒരു G9 ഹോൾഡ് ഫ്രൈറ്റ്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് പൻവേലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി സ്പീഡ് പിടിച്ചു തുടങ്ങി, അത്രേ ആയിട്ടുള്ളൂ. ഇവിടെ ചെറുതായിട്ട് ഫോഗിയാണ്, പക്ഷേ നമ്മൾ ഡൽഹി കണ്ട ടൈപ്പ് ഒരു ഫോഗല്ല അത്. ചെറിയൊരു തണുപ്പുണ്ട്. ഗ്ലൗസ് ഒന്നും ഇടാനും മാത്രം തണുപ്പില്ല. നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടായിരുന്നു നിന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പൻവേൽ റോഹ സ്ട്രെച്ചിൽ നമുക്ക് ഡോർ പ്ലേറ്റിംഗ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, ഓസിലേഷൻസ് വളരെ കൂടുതലായി സ്ട്രെച്ചിൽ. വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാൽ വല്ലാണ്ട് കിടന്ന് കിടക്കുന്ന പോലെ. ഇവിടെ നമ്മളിപ്പോൾ റസായനി സ്റ്റേഷൻ കൂടെ പോകുന്നുണ്ട്. ഇവിടെ ഏതോ ട്രെയിൻ വരാണ്ട് വന്നു. കുറേ ആൾക്കാരെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡേ 2 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ പർച്ചേസ് ഉപ്പുമാവാണ്. നമ്മളിപ്പോൾ ഏകദേശം സെൻട്രൽ റെയിൽവേയുടെ ഒരു അറ്റമായ റോഹയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഉപ്പുമാവ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, സ്വാദും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇവർ ഉപയോഗിക്കുന്ന ഉപ്പുമാവിൻ്റെ റവയുടെ ആണെന്ന് എനിക്കറിയില്ല. സാധാരണ ദുസ്വാദ് വരാറുണ്ട്. ഇതൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉപ്പുമാവായിരുന്നു. ഇൻ ജനറൽ ഈ ട്രെയിനിൽ ഇതുവരെ കഴിച്ച ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇന്നലെ കഴിച്ച ലഞ്ച് ഞാൻ പുറത്തുനിന്ന് കയറ്റിയതാണെന്ന് പറഞ്ഞത്. പുറത്തുനിന്ന് കയറ്റിയല്ല, ഈ ട്രെയിനിൽ തന്നെയായിരുന്നു. അത് ആ വന്ന സ്റ്റാഫ്, ഈ ട്രെയിനിലെ സ്റ്റാഫ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ലഞ്ച് നല്ലതായിരുന്നു, ഇന്നത്തെ ഡിന്നർ നല്ലതായിരുന്നു, ഇന്നലെ അത് ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരുന്നു. അപ്പോൾ ഓൺ ദി ഹോൾ മംഗളൂരു പാൻട്രി കൊള്ളാം. അതെ, ഇപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഫ്ലാറ്റ് വീലില്ല. നമുക്ക് LHB നമ്മൾ സ്ഥിരം LHB കയറുമ്പോൾ ഫ്ലാറ്റ് വീലാണല്ലോ പതിവ്. പിന്നെ ഫ്ലാറ്റ് വീലില്ല. വളരെ ശാന്തമായ റൈഡാണ് നമുക്കിന്ന്. OVHS ഉണ്ട്, പക്ഷേ അത്രയ്ക്കും കൂടെ പോരാ. മേ ബി നാട്ടുകാരുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. ടോയ്ലറ്റൊക്കെ ഫുൾ ടൈം ശോക അവസ്ഥയിലാണ്. ഈ എക്കണോമിക് കോച്ചുകൾ പ്രത്യേകിച്ച് രണ്ടും, M1-ൻ്റേത് M2-ൻ്റെ ടോയ്ലറ്റ് ഭയങ്കര ശോകാവസ്ഥയിലാണ്. ഒട്ടും ക്ലീൻ അല്ല. അതായത് തറയിൽ വെള്ളം കെട്ടി നിൽക്കേണ്ട എപ്പോഴും. അപ്പോൾ അത് ഇവരുടെ മാത്രം കുറ്റമല്ല, മെയിൻ്റനൻസിൻ്റെ ഉണ്ട്. കാര്യം വെള്ളം ലീക്കാവുന്നത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഫുൾ ടൈം തുറന്നുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ.
ചമ്പാ നദിയായിരുന്നു കടന്നത്. ഈ റൂട്ടിൽ മൊത്തം 2 ടണലാണ് സെൻട്രൽ റെയിൽവേയിൽ. അതായത് നമ്മൾ പൻവേലിയിൽ നിന്ന് റോഹയിലേക്ക് വരുമ്പോൾ 2 ടണലും റോഹയിൽ നിന്ന് പൻവേലിലേക്ക് പോകുമ്പോൾ 1 ടണലുമാണുള്ളത്. റോഹയിൽ നിന്ന് പൻവേലിലേക്ക് പോകുമ്പോൾ ടണലിന് മുമ്പത്തെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ച 2 ടണലാണ് പൻവേലിയിൽ നിന്ന് റോഹയിലേക്ക് വരുമ്പോൾ ഉള്ളത്. അതേതാ വണ്ടി എന്ന് മനസ്സിലായോ? ഫുള്ള് റെഡ് കോച്ചും പുറകെ 3 നീല കോച്ചും. അതാണ് നമ്മുടെ കൊച്ചുവേളി ലോകമാന്യ തിലക് ടെർമിനസ് ഗരീബ് രഥ് എക്സ്പ്രസ്. നമ്മളിപ്പോൾ ജസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ലിമിറ്റായ റോഹ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നിർത്തില്ല എന്ന് തോന്നുന്നു. ആഹാ, ഇവിടെ വെച്ച് നമ്മളൊരുത്തിന് ഓവർടേക്ക് ചെയ്യുന്നു. ദിവാ സാവന്ത്വാടി റോഡ് എക്സ്പ്രസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്, സിന്ധുദുർഗ എക്സ്പ്രസ്സിനെ. WKM3 21955 ആണ് ലോക്കോ. അപ്പോൾ നമ്മളങ്ങനെ സെൻട്രൽ റെയിൽവേയിൽ നിന്ന് കൊങ്കൺ റെയിൽവേയോട് കയറാൻ പോവാണ്. അല്പം മുന്നിലായിട്ട് ബോർഡ് കാണാൻ പറ്റും, വെൽക്കം ടു കൊങ്കൺ റെയിൽവേ എന്നുള്ളത്. ഇവിടെ മുതൽ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ടാവുകയാണ്. നമ്മളിപ്പോൾ KRലേക്ക് കയറി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇന്ന് രാത്രി വരെ നമ്മൾ കൊങ്കൺ റെയിൽവേ തന്നെ ആയിരിക്കും. ഏകദേശം 730 കിലോമീറ്ററാണ് നമ്മൾ കൊങ്കൺ റെയിൽവേ കൂടെ ഓടുന്നത്. ഈ ഒരു പകലുകൊണ്ട് നമ്മൾ ഈ 730 കിലോമീറ്റർ ഓടി തീർത്ത് വൈകുന്നേരത്തേക്ക് നമ്മൾ കൊങ്കൺ റെയിൽവേയിൽ നിന്ന് പുറത്തിറങ്ങും. നമ്മൾ നിലവിൽ കൊങ്കൺ റെയിൽവേ ഡബിൾ സെക്ഷനിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. റോഹ മുതൽ വീര് വരെയാണ് കൊങ്കൺ റെയിൽവേയിൽ ഡബിൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം വീര് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നേരത്തെ കണ്ട ഗേറ്റ് സിഗ്നൽ പച്ചയായിരുന്നെങ്കിലും ഇവിടുത്തെ അഡ്വാൻസ് ഓർഡർ പച്ചയല്ല. നമ്മൾ ജസ്റ്റ് വീർ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. വീരിൽ നിന്ന് അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈൻ തന്നെയാണ് മെയിൻ ലൈന്. ഇത് തന്നെയാണ് തുടരുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവൻ ഈ വീർ സ്റ്റേഷൻ്റെ ലൂപ്പിലേക്ക് കയറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വരും. നമ്മളിപ്പോൾ എന്തിനാണോ ലൂപ്പ് ലൈനോട് കയറ്റിവിട്ടിരിക്കുന്നത്? നമുക്കിവിടെ സ്റ്റോപ്പില്ലല്ലോ. നമുക്കിട്ട് വല്ല ഓവർടേക്കും ആയിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ ഓവർടേക്ക് ചെയ്യാനുള്ള വണ്ടികളൊന്നും എൻ്റെ അറിവിലില്ല. നോക്കാൻ തരാം. WKM3 21938. ഇതാണ് രത്നഗിരി ദിവ പാസഞ്ചർ.
ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ലൂപ്പ് ലൈനിൽ നിർത്തി, എന്താ നിർത്തിയെന്നറിയില്ല, ലൂപ്പ് ലൈനിൽ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറപ്പെടുന്നു. പ്രോബബ്ലി വല്ല കോഷൻ ഓട്ടോ കൊടുക്കാനോ വല്ലതും വേണ്ടി ടെക്നിക്കൽ റീസൺസിന് വേണ്ടി കയറ്റിയതായിരിക്കും. കാരണം റോഹ നമ്മൾ നിർത്തിയില്ലല്ലോ. റോഹയിലാണ് പോസിബിലിറ്റി പിന്നെ ഉണ്ടായിരുന്നത്. അവിടെ നിർത്തിയില്ല, നമ്മളവിടെ നിന്ന് ത്രൂ വന്നു. അപ്പോൾ ഇവിടെ വെച്ച് അതായിരുന്നിരിക്കും, അതിന് വല്ലതും വേണ്ടി നിർത്തിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് റീസൺ വേണ്ടിയായിരിക്കും പ്ലാറ്റ്ഫോം ലൈനിൽ കൊണ്ട് കയറ്റിയത്. പാരലായിട്ടൊരു പുഴ ഒഴുകുന്ന കേട്ടോ. ഇവിടെ വെച്ച് ഡബിൾ ലൈൻ അവസാനിക്കുന്നു. ഇനി അങ്ങോട്ട് കൊങ്കൺ റെയിലിൽ നമ്മൾ ജൊക്കട്ട് എത്തുന്നവരെ, കൊങ്കൺ റെയിലിൽ മൊത്തം ഇനി സിംഗിൾ ലൈനാണ്. ഇനി നമ്മൾ വീണ്ടും ഡബിൾ ലൈൻ കാണാൻ പോകുന്നത് ജോക്കട്ട് എത്തുമ്പോഴാണ്. അതിനിടയ്ക്കൊരു ചെറിയ സ്ട്രെച്ച് ഉണ്ട്, ഒരു മജോർദ മുതൽ മഡ്ഗാവ് വരെ. ഈ സ്ഥലത്തൊക്കെ മഴക്കാലത്ത് നല്ല ഭംഗിയാണ്. ഈ പുല്ലൊക്കെല്ലാം പച്ചയായിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ പുഴയും പുല്ലുകളും മലയും എല്ലാം കൂടെ നല്ല രസമാണ്. ഇപ്പം നമ്മൾ ഈ കടന്നായിരുന്നു കൊങ്കൺ റെയിൽവേയിലത്തെ ആദ്യത്തെ ടണൽ. ഇനി അങ്ങോട്ട് ടണലുകളുടെ പെരുമഴയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട അതേ പുഴയാണ്. പുഴ നമ്മൾ ക്രോസ് ചെയ്യണം. ക്രോസിങ്ങിന് വേണ്ടി ലൂപ്പ് ചെയ്യാൻ തോന്നുന്നു. സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് ട്രെയിനും. കരഞ്ചാടി സ്റ്റേഷനാണ്, കരഞ്ചാടി. അല്ല, നമ്മൾ മെയിൻ ലൈനിൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ട്രാക്ക് വർക്ക് നടക്കാൻ തോന്നുന്നു. കളമ്പണി ബുദ്രുക് സ്റ്റേഷൻ നമ്മൾ ക്രോസിങ്ങിനായിട്ട് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ട്രെയിൻ മംഗളയാണ് വരേണ്ടത്. ജസ്റ്റ് നിർത്തി. ഒരു ചെറിയ വളവിലാണ് ഈ സ്റ്റേഷൻ. കണ്ട, നല്ല ഭംഗിയുള്ളൊരു വളവാണ്. നമ്മൾ നിർത്തിയത് ഓപ്പോസിറ്റ് ലൈനിൽ സ്റ്റാർട്ടർ അവർ പച്ചയാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പെയറിങ് വണ്ടി ക്രോസിങ് ഇപ്പോൾ തന്നെ ഉണ്ടാവും തോന്നുന്നു.
അവൻ പോയതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ പോയി കഴിഞ്ഞു. അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ച എന്ന് പറയാൻ വരുമ്പോഴേക്കും സ്റ്റാർട്ടർ അറ്റൻഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അടുത്ത സ്റ്റേഷനായ ഖേഡ് നമുക്ക് സ്റ്റോപ്പുള്ളതാണ്. നമുക്ക് കോൺട്രയിലത്തെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഖേഡിലാണ്. നമ്മൾ ജസ്റ്റ് ഖേഡ് സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. ഷെഡ്യൂൾഡ് ഹോൾട്ടാണ്. ചിലപ്പോൾ ഒരു ക്രോസിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കൊങ്കൺ റെയിലിലെ ആദ്യത്തെ സ്റ്റോപ്പായി ഖേഡിലേക്ക് എത്തുകയാണ്. ഇവിടെ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ കുറേ ഡെവലപ്മെൻറ്റ് വർക്ക് പുറത്ത് കാണാം. ഇതൊന്നും കൊങ്കൺ റെയിലിൽ ചെയ്യുന്നതല്ല, ഇത് മഹാരാഷ്ട്ര സർക്കാർ അവരുടെ PWD കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കാര്യം മഹാരാഷ്ട്ര സർക്കാരും കൊങ്കൺ റെയിലിയുടെ ഒരു മുതലാളിയാണല്ലോ. മഹാരാഷ്ട്ര സർക്കാർ ചെയ്യിപ്പിക്കുന്നതാണിത്. കാരണം KRൻ്റെ തന്നെ നമ്മൾ കർണാടക സൈഡിലേക്ക് എന്നതിന് ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് കാണാനില്ല. അതിന് കാരണം ഇതാണ്. ബിക്കോസ് ഇവിടുത്തെ ഗവൺമെൻറ്, മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള കാശ് ചിലവാക്കി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് സ്റ്റോപ്പുണ്ട്. നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നപ്പോൾ ഖേഡിൽ നിന്നായിരുന്നു, ഓർമ്മയുണ്ടെങ്കിൽ. ഇവിടെ ബോർഡും കാണാം, വന്ദേ ഭാരത് എഞ്ചിൻ ടെഹ്റാവ്. നമ്മുടെ ലോക്കോ നോക്കിയേക്കാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രെയിൻ, മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ ലോക്കോ. ഇതാണ് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന ലോക്കോ. കല്യാൺ ഷെഡിൻ്റെ 39167 വെയിലെതിരാണ് ഉള്ളതാട്ടെ. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഇവിടെ 2 ലൂപ്പിലുള്ള സ്റ്റേഷനാണ്. അപ്പോഴത്തെ ഒരു കണ്ടെയ്നർ ഡിപ്പോ പോലെ എന്തൊരു സാധനമുണ്ട്. ഇവിടെ ക്രെയിനും മറ്റുണ്ട്, കണ്ടോ. ജസ്റ്റ് ചിപ്ലൂണിലേക്ക് അറൈവ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം. ഇവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ എടുക്കാണ്ട് ലൂപ്പിൽ കയറ്റിയത്. നമ്മളിത് ജസ്റ്റ് ചിപ്ലൂണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ചിപ്ലൂൺ സ്റ്റേഷൻ. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലൗഞ്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിപ്ലൂൺ സ്റ്റേഷനിലാണ് നമ്മൾ. എന്താ പറയുക, രത്നഗിരി എത്തുമ്പോഴേക്കും ലഞ്ച് ടൈം ആവുന്നതുകൊണ്ട് ഇവിടെ നിന്ന് വടപ്പാവ് മേടിച്ചു. നല്ല ഫ്രഷ് വടപ്പാവുന്നു, കടയിലായാലും ജസ്റ്റ് ഉണ്ടാക്കിയ വടപ്പാവുന്നു. ഇതാണ് ചിപ്ലൂൺ സ്റ്റേഷൻ. അപ്പോൾ നമ്മളങ്ങനെ ചിപ്ലൂണിൽ നിന്ന് പുറപ്പെടുകയായി. ഇവിടുത്തെ KRയുടെ കാറ്ററിംഗ് സ്റ്റോൾസ് കുറച്ചൊരു വെറൈറ്റി ഡിസൈൻ ചെയ്ത് കണ്ടോ. അതിനകത്ത് അവിടെ കുക്കിംഗ് ഉണ്ട്. ഒന്നാമത് കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ സാധാരണ ബിസ്ക്കറ്റ് പോലത്തെ അല്ലാണ്ട് വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ കടകളൊന്നും IRCTC വഴിയല്ല കോൺട്രാക്ട്, KR നേരിട്ടാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്. മിക്കവാറും എല്ലാം ചെറിയ ചെറിയ ലോക്കൽ പ്ലെയേഴ്സാണ്. അല്ലാണ്ട് നമ്മുടെ
IRC നമ്മുടെ മറ്റ് സോൺസിൽ കാണുന്ന പോലത്തെ വലിയ വലിയ ചെയിൻസ് അല്ല, ചെറിയ ചെറിയ ലോക്കൽ പ്ലെയേഴ്സാണ്, ലോക്കൽ സാധനങ്ങളാണ് അവർ വിൽക്കുകയും ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ഷെഡ്യൂൾഡ് ഹോൾട്ട് രത്നഗിരിയിലാണ്. അതിന് മുമ്പ് നമുക്കൊരു ക്രോസിംഗ് ഉണ്ടാകും. നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അപ്പോൾ നേത്രാവതി നിൽക്കുമോ നമ്മൾ നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയാം. അത് പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. കാര്യം ഞാൻ ഉള്ളിലോട്ട് പോവാണ്. നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ നേത്രാവതി മിസ് ചെയ്യും. ഇപ്പോഴത്തെ മറ്റേ ലൂപ്പ് ലൈനിൽ വേറെ ഫ്രൈറ്റർ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഭഗത് കി കോട്ടി ഷെഡിൻ്റെ 43631 വാഗ്നൈൻ HC കിടക്കുന്നുണ്ടായിരുന്നു. BCNA റേക്കാണ്. ഓപ്പോസിറ്റ് നമുക്ക് ക്രോസിങ്ങിലുള്ള വണ്ടി ഓൾറെഡി കയറി വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ സ്റ്റാർട്ടർ കാണാൻ വഴിയില്ല, കാര്യം വളവായതുകൊണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടി കയറി വരുന്നത് കാണാം. അത് മുംബൈ LTTയിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ്. ഒരുത്തൻ ട്രാക്കിൽ തന്നെ നിൽക്കുന്നുണ്ടോ? വണ്ടി അടുത്ത് വരുന്ന സമയത്ത് വിചാരിക്കുന്നതിൽ മാറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ പരലോകത്തോട്ട് യാത്ര ചെയ്യാം. എന്ത് പറ്റിയോ വന്ന് വാപ്പ് 4 ആണല്ലോ. 22793 Arcona വാപ്പ് 4. കാംതേ നമ്മൾ ക്രോസിങ് കഴിഞ്ഞ് പുറപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം നമുക്കൊരു നോൺ സ്റ്റോപ്പ് റൺ ഉണ്ട് രത്നഗിരി വരെ. ഷെഡ്യൂൾഡ് ക്രോസിങ്സ് ഒന്നുമില്ല. ഇനി വേറെ വല്ല ഫ്ലൈറ്റ് വല്ലതും കയറി വന്നാലേ ഉള്ളൂ. രത്നഗിരി എത്തുമ്പോൾ ഏകദേശം 12 മണിയാവും. അപ്പോൾ രത്നഗിരി വിടുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ ലഞ്ച് വരും. നമ്മൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇവിടെ ഏതോ 2 ട്രെയിനുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ ഒന്നിലേക്കാണ് തോന്നുന്നു പോകുന്നത്. ഒരു WDG4 ഹോൾഡ് ഫ്രൈറ്ററും ഉണ്ട് മെയിൻ ലൈനിൽ. അപ്പുറത്ത് 21962 കല്യാണിൻ്റെ WCAM3 നിൽക്കുന്നുണ്ട്. അത് 10106 സാവന്ത്വാടി ദിവസ് സിന്ധുദുർഗ് എക്സ്പ്രസ് ആയിരിക്കാം. ഇവിടെ ഒരു കുഞ്ഞൻ RMB നിൽക്കുന്നു. ഈ WCAM3ക്ക് മറ്റേ HOG കേപ്പബിലിറ്റീസിൽ അതുകൊണ്ട് ജനറേറ്റർക്കാർ ഒരു ഓടിച്ചേ പറ്റും, വേറെ വഴിയില്ല. WDG4 GOC ഷെഡിൻ്റെ ഗോൾഡൻ റോക്കിൻ്റെ ട്വിൻസ് ലോഡഡ് ബോക്സനാണ്. അപ്പുറത്ത് കിടക്കുന്ന ഏതാണോ ട്രെയിന്? KRൻ്റെ ഏതൊരു റേക്കാണ്. ചിലപ്പോൾ മറ്റേ രത്നഗിരി ദീവയുടെ റേക്കായിരിക്കും, MT റേക്കായിരിക്കും.
അത് മഡ്ഗാവിലേക്ക് മെയിൻ്റനൻസിന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ രത്നഗിരിയിലെത്തി. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടെ ഇതുവരെ വർക്ക് ചെയ്ത സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ഇറങ്ങിയിട്ട് പകരം കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ടേക്ക് ഓവർ ചെയ്യും. ഇനി മുതൽ മംഗലാപുരം വരെ കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ആണ്. ഇതാണ് രത്നഗിരി സ്റ്റേഷൻ മെയിൻ സ്റ്റേഷൻ അങ്ങോട്ട് മാറിയാണ്, കുറച്ച് ബാക്കിലോട്ട് മാറിയാണ്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, അങ്ങോട്ടേയും പോകുന്നില്ല. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് നിൽക്കും. കാര്യം പുതിയ ക്രൂ വന്ന് ചാർജ് എടുത്തിട്ട് വേണമല്ലോ പോകാൻ. രത്നഗിരി നമുക്ക് പുറപ്പം സ്റ്റാർട്ടറായി കഴിഞ്ഞു. ഞാൻ ഫോർ ചേഞ്ച് ഇവിടുന്ന് ബിരിയാണി മേടിച്ചു, ട്രെയിനിൽ നിന്ന് മേടിക്കുന്ന നേരം. നമുക്ക് ഇവിടുത്തെ ബിരിയാണി എങ്ങനെയാണ് നോക്കാം. നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട്, അത്ര ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്നാൽ നമ്മൾ മേടിച്ച് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ബിരിയാണിയായിരുന്നു. ബിരിയാണി ഇത്തിരി സ്പൈസി ആയിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. അതിനകത്ത് നല്ലൊരു ഗ്രേവി ഉണ്ടായിരുന്നു. ഗ്രേവി മെയിനായിട്ട് കോളിഫ്ലവർ ആയിരുന്നു, പിന്നെ ക്യാരറ്റ് ടൊമാറ്റോ ഉണ്ടായിരുന്നു. ഓൺ ദി ഹോൾ നല്ല ബിരിയാണി, വർത്ത് ഇറ്റ്, റെക്കമെൻഡഡ്. നമ്മുടെ എന്താ പറയുക, ട്രെയിനിൽ ഇന്നലെ കഴിച്ച ബിരിയാണി എന്നൊരു ചേഞ്ച്. റെയിൽവേയുടെ വർക്കിന് വന്ന ആൾക്കാരാണ് ആ ക്യാമ്പുകളിലുള്ളത്. നമുക്കൊരു ആംബർ കിട്ടി, സ്ലോ ഡൗൺ ചെയ്യുന്നു. ഏതോ ഒരു ട്രെയിൻ ലൂപ്പ് ലൈനിൽ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. ബെരഡേവാടി എന്ന് പറഞ്ഞ പാലം. കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. വെരാവലി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. തുഗ്ലക്കാബാദിൻ്റെ വാപ്പ് 7 ആണ്, 30343. ഇത് മോസ്റ്റ്ലി മഡ്ഗാവ് നിജാമുദ്ദീൻ രാജധാനി ആയിരിക്കണം. യെസ്, മഡ്ഗാവ് ഹസ്രത്ത് നിജാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. രാജധാനി എക്സ്പ്രസിൻ്റെ കോച്ചുകൾ പൊതുവേ ശോഭമാണ്. ഇത് വലിയ കുഴപ്പമില്ലാത്തതുണ്ട്. അങ്ങനെ വെരവലി സ്റ്റേഷൻ കഴിഞ്ഞു. അടുത്ത വിലാവടെ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ക്രോസിങ്ങിന് വേണ്ടി കയറാൻ തോന്നുന്നു. വിലവടെ 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 എന്ന് പറഞ്ഞ സ്റ്റേഷനകത്തിരിക്കുന്നത്. ഓ, എനിക്ക് ഈ പേര്, ഞാൻ കുറച്ച് നേരമായിട്ട് പേരിങ്ങനെ വായിക്കുകയാണ്. വിലവടെ.
ക്രോസിംഗ് ആണ്. ഓപ്പോസിറ്റ് വണ്ടി ഓൾറെഡി അവിടെ ടണലിനകത്തുണ്ട്. ഇവിടെ മൈൽ സ്റ്റോണിൻ്റെ പെയിൻറ്റിങ് ഉണ്ടോ? മൈൽ സ്റ്റോണിൻ്റെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. നമ്മൾ ഫ്രണ്ട് ടണലിനകത്തുനിന്ന് ഒരു ഹെഡ്ലൈറ്റ് കാണാനുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അതാണ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള വണ്ടി. R737488 കല്യാണം എറണാകുളം എത്തിയിട്ട് ദുരന്തം. മഡ്ഗാവ് CSMT മാണ്ഡവി എക്സ്പ്രസ് ആണ്. ഇതിൽ നമ്മളൊരു മഡ്ഗാവ് മുംബൈ ട്രിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിലെ ഫുഡ് കിങ് ആണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു ട്രെയിനാണത്. എക്സ്പ്രസ് ആയിരുന്നു. നമ്മൾ അടുത്ത സ്റ്റോപ്പ് കൺകവലിയിലേക്ക് എത്തുകയാണ്. ഇവിടെ കൊങ്കൺ റെയിൽവേയുടെ എന്തൊക്കെയോ ഓഫീസുകളൊക്കെ ഉണ്ട്. സിഗ്നൽ ഓവറോളിംഗ് സെൻറ്റർ എന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതും എന്തോ ഒരു ഓഫീസാണ്. സീനിയർ എഞ്ചിനീയർ കൺകവലി. ഇവിടെ ഒരു പുതിയ ആർച്ചൊക്കെ വരുന്നുണ്ട്. या गाडीचं आगमन झालेल्या प्रवाशांचं आखेरीने पालन करतो. गाडी नंबर 1 ജസ്റ്റ് നമ്മൾ കൺകവലി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. സമയം 1:54. 1:54 നമ്മൾ കൺകവലിയിലേക്ക് എത്തി. വളരെ പെട്ടെന്ന് 1:56 ആയപ്പോഴേക്കും നമ്മൾ പുറപ്പെട്ടും കഴിഞ്ഞു. ജസ്റ്റ് പുറത്തോട്ടാണ് ഇപ്പോൾ. പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട് ഇവിടെ.
പുഴയിൽ വെള്ളം കുറവാണ്, നല്ലോണം പാറകളുണ്ട്. പാറയുടെയൊക്കെ ഡിസൈൻ കണ്ടോ, നല്ലോണം പാറകളും കുറച്ച് വെള്ളമുള്ളൊരു പുഴ. ഗഡ് നദി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സ്റ്റോപ്പായി തിവിം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയായിരുന്നു കഴിഞ്ഞിട്ട്. സമയം ഇപ്പോൾ 2:59, ഏകദേശം അരമണിക്കൂറിനടുത്ത് ലേറ്റാണ്. അരമണിക്കൂർ മേലെ ലേറ്റ്, 2:20 മിനിറ്റായിരുന്നു എടുത്ത ടൈം. അത്രേ ഉള്ളൂ, മൈനർ മിനിമൽ ഡിലേ ഉള്ളൂ. ഓടി എത്തുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഞാൻ തിവിം സ്റ്റേഷനിൽ വിട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഇവിടെയാണ്, എന്താ മഡഗാവിലാണ്. ഇതൊക്കെ വെയിലിന് നല്ല ചൂടായി. ഇവിടെ ഈ ഹാൻഡിലൊക്കെ ചുട്ടു പഴുത്തിരിക്കുകയായി ഓൾറെഡി. ഇന്നലെ തണുത്തിട്ട് പിടിക്കാൻ വയ്യായിരുന്നു, ഇന്ന് ചൂടെടുത്തിട്ട് പിടിക്കാൻ വയ്യ. അവിടെ ബോട്ട് കെട്ടുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു, ഷിപ്പിംഗ് വെസൽസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നൊരു ഇതാണെന്ന് തോന്നുന്നു, ഡോക്കാണെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് കർമാലിയിലേക്ക് എത്തണം. കർമാലിയിൽ എന്തായാലും നമുക്ക് സ്റ്റോപ്പില്ല, ഈ ക്രോസിംഗ് വല്ലതും ആയിരിക്കും. കർമാലി എന്ന് പറയുന്നത് പനാജിയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള സ്റ്റേഷനാണ് കർമാലി. നമ്മൾ ജസ്റ്റ് കർമാലിയിലോട്ട് അടുക്കുന്നു. അവിടെ ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്, നമ്മുടെ മുംബൈ വന്ദേ ഭാരത് ആയിരിക്കണം. കർമാളി സ്റ്റേഷൻ. കർമാളി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പനാജിയിലോട്ട് പോകാനുള്ള എളുപ്പമുള്ള സ്റ്റേഷനാണ്. അടിപ്പൻ ഇവനെ പോസ്റ്റാക്കിയിട്ട് പോകുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. രാവിലെ ഇവൻ കാരണമാണ് നമ്മൾ കല്യാണം പൻവലെടുക്കാൻ ലേറ്റ് ആയത്. കാര്യം നമ്മൾ പിടിച്ചിട്ട് CSMT സൈഡിൽ നിന്ന് വന്ന വന്ദേ ഭാരതിന് കയറ്റി വിടാൻ വേണ്ടിയാണ് നമ്മളവിടെ കുറേ നേരം പിടിച്ചിട്ടത്. എന്നിട്ട് പിന്നീട് കണ്ടു പിടിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകിച്ച വണ്ടി ഇപ്പോൾ നമ്മൾ പിടിച്ചിട്ടിട്ട് നമ്മൾ കയറിപ്പോൾ അതൊരു രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റോഡിൻ്റെ പാലം. ഒന്ന് പഴയ പാലമാണ്, ഒന്ന് പുതിയ പാലമാണ്.
പാലം കൂടി ഉണ്ട് ഈ പുഴയ്ക്ക് കുറുകെ തന്നെ. ആ റോഡ് ബ്രിഡ്ജ് നമ്മളെ ക്രോസ് ചെയ്ത് പോയി. ഇതാണ് റോഡ് ബ്രിഡ്ജ്. നടുക്കലത്തെ പാലം പുതിയതാണ്, സൈഡിലത്തെ രണ്ടും പഴയതാണ് എൻ്റെ അറിവിൽ. നല്ല ഭംഗിയില്ലേ? വേലിയിറക്കം തോന്നും. വെള്ളം നല്ലോണം താന്നിട്ടുണ്ട്, നമുക്ക് അടിത്തട്ടൊക്കെ കാണാം. RCF മെമ്മോ ഉണ്ട് ഇവിടെ. ഇന്ന് മൊത്തത്തിലൊരു റിവെഞ്ച് ഡേ ആണ്. രാവിലെ വന്ദേ ഭാരതും ജനശതാബ്ദിയും കയറ്റി വിടാൻ വേണ്ടിയായിരുന്നു നമ്മൾ പിടിച്ചിട്ടത്. രണ്ടുപേരും ഇന്ന് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടു. അതൊരു എന്താ പറയുക, പ്രതികാരം തന്നെ. ഇവിടെ ഒരു മെമ്മോ കൂടെ കിടക്കട്ടെ. ഇത് മോസ്റ്റ്ലി വൈകുന്നേരം പോകുന്ന കാർവാർ മെമ്മോ ആയിരിക്കും. ഇവർ മെമ്മോസിൻ്റെ മെയിൻ്റനൻസ് എനിക്ക് തോന്നുന്നു വരണയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വരണ സ്റ്റേഷൻ കടന്നു. വരണ സ്റ്റേഷൻ മറ്റേ സൈഡിലായിരുന്നു. നമ്മൾ ഇതിനെ ക്യാപ്ചർ ചെയ്യുന്നതിൽ വരണ സ്റ്റേഷൻ നമ്മൾ വിട്ടു. ട്വിൻ G9 ഹോളിൽ ഒരു ഫ്ലാറ്റ് ബെഡ് റേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ജസ്റ്റ് വരണ സ്റ്റേഷൻ പാസ് ചെയ്തു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മജോർദയിലേക്ക് എത്തും. മജോർദയിൽ നിന്ന് അങ്ങോട്ട്, അതായത് മജോർദ ടു മഡ്ഗാവ് ഡബിൾ ലൈനാണ് വീണ്ടും. ഈ പോക്ക് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ മഡ്ഗാവ് സ്റ്റേഷനിൽ പെർഫെക്റ്റ്ലി ഓൺ ടൈം നിന്ന് കയറും. ഇനി പിടിച്ചിട്ടില്ല എങ്കിൽ കൊങ്കൺ റെയിലാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ നിന്ന് രണ്ട് റെയിൽവേ ലൈൻ വരുന്ന കാണുന്നുണ്ടോ? അത് വാസ്കോ ഡ ഗാമയിൽ നിന്ന് വരുന്ന ലൈനുകളാണ്. വാസ്കോ സ്റ്റേഷനിൽ നിന്ന് വരുന്നത്, വാസ്കോ സ്റ്റേഷൻ, മൊർമഗോ പോർട്ട്, അവിടെ നിന്ന് വരുന്ന ലൈനുകളാണത്. ആ ലൈൻസ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ലൈൻസാണ്. റൈറ്റ് സൈഡിൽ കൊങ്കൺ റെയിലിൻ്റെ കോർപ്പറേഷൻ ലിമിറ്റഡ് കാർവാർ റീജിയൻ ഒരു ബോർഡ് കാണാം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഉണ്ട്. ബേസിക്കലി ആ രണ്ട് ലൈനുകൾ ഇപ്പോൾ കേരളയ്ക്ക് കയറി. ഇത്രയും നേരം ഒരു സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹുബ്ബള്ളി ഡിവിഷൻ്റെ കീഴിലായിരുന്നു. ആ ലൈനുകൾ ഇനി വീണ്ടും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹുബ്ബള്ളി ഡിവിഷനിലേക്ക് കയറണം. മഡ്ഗാവ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇതാണ് മജോർഡ ജംഗ്ഷൻ. സ്റ്റേഷൻ ബിൽഡിംഗ് അപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ
ബേസിക്കലി ഇപ്പുറത്തെ ലൈനിലോട്ട് വരാനുള്ള കാരണം അപ്പുറത്ത് നമ്മൾ വന്നുകൊണ്ടിരുന്ന ലൈനിലൊരു ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. ആ ഫ്രൈറ്ററിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലൈനിലോട്ട് കയറി വന്നത്. അപ്പുറത്തെ ഡോർ ഓക്യുപ്പൈഡ് കൊണ്ട് ഫ്രൈറ്റർ കാണിക്കാൻ വഴിയില്ല. ഒരു ബോക്സ് ആൻഡ് ട്രേക്കാണ്, ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. മഡ്ഗാവ് ജംഗ്ഷനിലോട്ട് ബിഫോർ ടൈം ചെന്ന് കയറുന്നത് വെറുതെ മോഹിച്ചു. വിചാരിച്ച പോലെ തന്നെ മഡ്ഗാവ് ഹോം സിഗ്നൽ പിടിച്ചിട്ടു. നമ്മളിപ്പോൾ ജസ്റ്റ് ഹോം സിഗ്നലിൽ നിന്ന് എടുക്കുന്നു, ഇത്ര ആയിട്ടുള്ളൂ. നമ്മുടെ തൊട്ട് മുന്നിൽ ഗോവ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഗോവ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വാസ്കോന്ന് വന്ന് മഡ്ഗാവ് വഴി അങ്ങനെ കുളം സൈഡിലോട്ട് പോകുന്ന ട്രെയിനാണ്. മോസ്റ്റ്ലി അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത്. 6 പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനാണ്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2ലേക്കും 3ലേക്കും കണ്ട പോകുന്നത്. 1 ഒരു WDG or WDP ഹൗളർ ട്രെയിൻ കിടക്കുന്നുണ്ട്. BMD ഹൗളർ ട്രെയിൻ 1 കിടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സൗത്ത് ബൗണ്ട് ട്രെയിൻസ് പ്ലാറ്റ്ഫോം 1ലാണ് ഇവർ കയറ്റാറ്. പക്ഷെ നമ്മൾ വരുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. സിംഗിളല്ല, ട്വിൻ WDP4s 40,009 40,009 ഗുത്തി ഷെഡിൻ്റെ WDP4B ആണ് ലോക്കോ ലീഡിങ്. ട്രെയിനിങ് ഗുത്തി ഷെഡിന് 2043. അമരാവതി എക്സ്പ്രസ് ആണ്, ഷാലിമാർ വാസ്കോഡഗാമ അമരാവതി എക്സ്പ്രസ്. ഇതിപ്പോൾ LHB ആയി. ഞാൻ ഈ ട്രെയിനിലൊരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നത് ICF കോച്ചസ് ആയിരുന്നു. നമ്മൾ ഇതിൽ കയറി ദൂദ്സാഗർ ഫാൾസ് കവർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അന്ന് ICF കോച്ചസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മഡ്ഗാവ് ജംഗ്ഷൻ. വാട്ടർ പമ്പൊക്കെ ഓണായിട്ടുണ്ട്. മിക്കവാറും നമുക്കിവിടെ റീ വാട്ടറിങ് ഉണ്ടാവും. ഇത്രയും പിടിച്ചിട്ടൊക്കെ ചെയ്യേണ്ടത് നമ്മൾ 1 മിനിറ്റ് ബിഫോർ ടൈമാണ്. സമയം ഇപ്പോൾ 3:59 ആയതേ ഉള്ളൂ. ഇതാണ് മാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. മാംഗ്ലൂർ മുതൽ നമ്മൾ ബോംബെ വരെ യാത്ര ചെയ്തൊരു വീഡിയോ. ഇതാണ് ആ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് ഇവിടുന്ന് 6 മണിക്ക് പോകും. നമ്മുടെ പുറകെ പോകും. നമ്മുടെ തൊട്ട് പുറകെ മംഗലാപുരം എത്തുകയും ചെയ്യും. നമ്മൾ ജസ്റ്റ് മഡ്ഗാവിൽ നിന്ന് എടുത്തു. പിള്ളേരെ കൊണ്ടുള്ള യാത്ര ആയതുകൊണ്ട് എല്ലാവരും ആരെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടോയെന്ന് നോക്കിയതാണ്. ജസ്റ്റ് മഡ്ഗാവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത്. നല്ല അടിപൊളി ചൂട്, ഒരുമാതിരി വേനൽക്കാലം പോലെ. ഇതാണ് നമ്മുടെ മാംഗ്ലൂർക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മൾ 6 മണിക്ക് അത് ഇവിടെ നിന്ന് എടുത്ത് പുറപ്പെടും. അങ്ങനെ നമ്മൾ ജസ്റ്റ് മഡ്ഗാവിൽ നിന്ന് പുറത്തിറങ്ങി മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഒരു വാപ്പ് ഇവിടെ കറങ്ങി കിടക്കുന്നുണ്ട്. ഷെഡ് മാർക്കിംഗ് ഒന്നുമില്ല ഫ്രണ്ടിൽ. 22823 ആണ് ലോക്കോ. DDU ദീൻ ദയാൽ ഉപാധ്യായ നഗർ ഷെഡിലാണ്. നമുക്ക് അഡ്വാൻസ്ഡ് പച്ചയാണ്.
വെച്ചാലൊക്കെ ഇങ്ങോട്ട് പോയാൽ മതി. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാർവാറിലാണ്. അതുവരെ നമുക്ക് നല്ലൊരു നോൺ സ്റ്റോപ്പ് റൺ കിട്ടും. ഇതാണ് മഡ്ഗാവ് കോച്ചിങ് ഡെപ്പോ. കോച്ച് കെയർ സെൻറ്റർ മഡ്ഗാവ്. അതിനകത്തും ഒരു പൂനെ വാപ്സോൺ കിടക്കുന്നുണ്ട് 39406. ഇവിടെ അവന്മാർ ഈ ലോക്കോസൊക്കെ തന്നെയാണ് ഷണ്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ആ കിടക്കുന്നത് ബാൻഡ്ര മഡ്ഗാവ് എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഈ സെക്ഷൻ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൽ നേരം ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ ലാൻഡ് ലെവലിംഗ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ സ്റ്റേബിളിംഗ് ലൈൻസ് വല്ല പണിയാൻ തോന്നുന്നു കണ്ടിട്ട്. കാര്യം കല്ലും ഒക്കെ വീഴിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അഡീഷണൽ സ്റ്റേബിളിംഗ് ലൈൻസോ എല്ലാം പണിയാനുള്ള പ്ലാൻ ആയിരിക്കും. ഈ പ്രദേശത്ത് ഇവിടെ ഒരു ക്രോസിംഗ് സ്റ്റേഷനും കൂടി പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതെന്തായാലും അറിയില്ല. കുറച്ചധികം ദൂരം ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു പുതിയ സ്റ്റേഷൻ പ്രപ്പോസ് ചെയ്തത്. അതായത് ഈ പോർട്ടൽസ് വെച്ചിരിക്കുന്നത്. പക്ഷെ പിന്നൊന്നും ആയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അകത്ത് വയ്ക്കും. നല്ല ചൂട് ഇവിടെ പുറത്ത്. പിന്നെ എന്തെങ്കിലും ക്രോസിങ്സ് ഒന്നുമില്ല. ഈ റൂട്ട് നല്ലോണം കാണിച്ചിട്ടുമുണ്ട്. നമ്മളത് വീണ്ടും ലൂപ്പ് ലൈനിലേക്ക് കയറുന്നു. ഇതിപ്പോൾ അസ്നോട്ടി എത്തിയെന്ന് തോന്നുന്നു. ക്രോസിംഗ് ആണ്. അസ്നോട്ടി സ്റ്റേഷൻ. നമ്മൾ കർണാടകയിലേക്ക് കയറി കഴിഞ്ഞു. ഇനി തൊട്ടുമുമ്പ് സ്റ്റേഷൻ ലോലിയമിനും ഇതിനിടയ്ക്കാണ് ബോർഡർ. കർണാടകയിൽ കയറി. കർണാടകയിലത്തെ ഫസ്റ്റ് സ്റ്റേഷനാണ് അസ്നോട്ടി. നമുക്ക് ഷെഡ്യൂൾഡ് സ്റ്റോപ്പല്ല, അൺഷെഡ്യൂൾഡ് സ്റ്റോപ്പാണ്. നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് കാർവാറിലാണ്. അസ്നോട്ടി സ്റ്റേഷൻ നല്ല ബ്യൂട്ടിഫുൾ ഒരു കർവിലാണ് ഈ സ്റ്റേഷൻ. നമുക്ക് പോകാനുള്ള വേണ്ടി ഓൾറെഡി ഹോമിൽ എത്തിയെന്ന് തോന്നുന്നു. കാരണം കൊടി കാണിക്കാനുള്ള ആളൊക്കെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഓൾറെഡി. കാർവാറിലേക്ക് എത്തി. മിക്കവാറും പകൽ വെളിച്ചത്തിലുള്ള അവസാനത്തെ സ്റ്റോപ്പായിരിക്കും ഇത്.
5:18 നമ്മൾ കാർവാറിൽ എത്തിയിരിക്കുന്നു. വണ്ടി ഒരു 10 മിനിറ്റോളം ലേറ്റാന്ന് തോന്നുന്നു. നീളം കുറഞ്ഞ വണ്ടികൾ എൻജിൻ ഇവിടെ നിർത്തണം എന്നൊരു ബോർഡുണ്ട്. 2064506601165996 16516 മുതലായ ട്രെയിനുകൾ. നമ്മൾ ജസ്റ്റ് കാർവാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. കൃത്യം 2 മിനിറ്റിനായിരുന്നു സ്റ്റോപ്പ്. സമയം 5:20. 5:18 വന്നു, 5:20 വിട്ടു. 2 മിനിറ്റ് കറക്റ്റ്. ഇവിടെ വേറെ എൻജിൻ സ്റ്റോപ്പ് ചെയ്യർ ബോർഡുണ്ട്. ഇത് മറ്റു വണ്ടികളുടെ അവരുടെയൊക്കെ എൻജിൻ ഇവിടെ വേണം വന്ന് നിൽക്കാൻ. ഈ എൻജിൻ സ്റ്റോപ്പ് ബോർഡിൽ നിർത്തിയാൽ കറക്റ്റായിട്ട് കോച്ച് പൊസിഷനിൽ കോച്ചുകൾ വരുള്ളൂ. അതിൻ്റെ ആ ബോർഡിന് മുമ്പ് നിർത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കോച്ച് പൊസിഷൻ മാറുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഫുൾ ലെങ്ത് ആവശ്യമില്ലാത്ത ട്രെയിനുകൾ പലപ്പോഴും ബോർഡിന് മുമ്പ് നിർത്തും. അങ്ങനെയാണ് നമുക്ക് ഈ കോച്ച് പൊസിഷൻ ബോർഡുമായിട്ട് മാച്ച് ആവാണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കാർവാർ നമ്മൾ പുറത്തിറങ്ങി. ഈ സ്റ്റേഷൻ അപ്പുറത്തെ സൈഡിലുള്ള എക്സിറ്റ് വിഷ്വൽസിന് മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇപ്രാവശ്യം ഈ സൈഡിൽ നിന്ന് എടുത്തേക്കാന്ന് വെച്ചത്. ഇത് ഇറങ്ങി വേണം നേരെ ചെന്ന് കയറുന്ന ഒരു ടണലിലേക്കാണ്. അതൊക്കെ ഞാൻ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 22113 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, കൊങ്ങണ്ടലിലെ ഗേറ്റ് മാൻമാരൊക്കെ കോൺട്രാക്ട് സ്റ്റാഫ് വന്നു. അവർക്ക് KRൻ്റെ യൂണിഫോം അല്ലായിരുന്നു, ഏതൊരു പ്രൈവറ്റ് ഏജൻസിയുടെ യൂണിഫോം ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം അവസാനിക്കാറായി. ഇന്ന് പക്ഷെ നമുക്ക് ഇന്നലത്തേക്കാട്ടും കൂടുതൽ ഡേലൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ 5:15 ആയപ്പോഴേക്കും തന്നെ ഇരുട്ടി തുടങ്ങിയായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചും കൂടി സമയം കിട്ടി. കാര്യം നമ്മൾ കോസ്റ്റിനടുത്തായല്ലോ, നമ്മൾ വെസ്റ്റേൺ കോസ്റ്റിനടുത്തേക്ക് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമ്മളിപ്പോൾ ജസ്റ്റ് മിർജാൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കുംട്ടയിലാണ്. ഇപ്പോൾ കുംട്ടയോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ. കുംട്ട ഹോം സിഗ്നൽ മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്ലാറ്റ്ഫോം. സാധാരണ ഇതിൽ കുംട്ടയിൽ ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരാറ്. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഒരു ക്രോസിങ്ങും കണ്ടേക്കും. മത്സ്യഗന്ധ എക്സ്പ്രസ് വരുന്നുണ്ട്. മത്സ്യഗന്ധ എക്സ്പ്രസ് പിന്നെ തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ ഹൊന്നാവാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വേരസ്മേ ട്രെയിൻ പറയുന്നത്. അപ്പോൾ വേരസ്മേ ട്രെയിനിൻ്റെ അപ്ഡേറ്റ്സ് ഈ റൂട്ട് ഒരു ഇത്തിരി ലേറ്റായിട്ടാണ് വരുന്നത്. അതായത് ഹൊന്നാവാർ കാണിക്കുമ്പോഴേക്കും ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണെന്ന് ഞാൻ കണ്ടത് ഇത്ര നേരമായിട്ട്. മത്സ്യഗന്ധ ഈ റൂട്ടിലെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രെയിനാണ്. അതുകൊണ്ട് മത്സ്യഗന്ധിക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 കൊടുത്തിട്ട് നമ്മളെ ഇപ്പുറത്ത് 2 റൂട്ട് വിടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ മത്സ്യഗന്ധ എന്ന് പറയുന്നത് KRൻ്റെ പ്രസ്റ്റീജിയസ് ട്രെയിനുകളിലൊന്നാണ്. ഓൺഡ് ബൈ SR ആണെങ്കിലും KRൻ്റെ പ്രസ്റ്റീജിയസ് ട്രെയിനുകളിലൊന്നാണ്. കാര്യം KR തുടങ്ങിയ കാലം മുതൽ എൻഡ് ടു എൻഡ് ഓടുന്നൊരു ട്രെയിനാണത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വിടുകയാണ്. മത്സ്യഗന്ധ അപ്പോൾ ഇപ്പുറത്ത് 1-ലെടുക്കും. പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു എക്സ്ട്രീംലി ലോ ഗ്രൗണ്ട് ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ മിക്കവാറും ഇവിടെ ഇടുമായിരിക്കും അവർ മത്സ്യഗന്ധ വരുന്നവരെ. കാര്യം ഇതിന് തൊട്ടടുത്ത സ്റ്റേഷനാണ് ഹൊന്നാവാർ. അതിനിടയ്ക്ക് വേറെ സ്റ്റേഷനുകളൊന്നുമില്ല. സാധാരണ ഈ സ്റ്റേഷനിൽ എപ്പോൾ വന്നാലും ഈ നടുക്കലത്തെ ലൈനിൽ മെയിൻ ലൈനിൽ ഒരു ഫ്രൈറ്റ് നിൽക്കുന്നുണ്ടാവും. ആദ്യമായിട്ടാണ് ഫ്രൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഈ സ്റ്റേഷൻ കാണുന്നത് കാലിയായിട്ട്.
പ്രതീക്ഷിച്ച പോലെ തന്നെ മത്സ്യഗന്ധ എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നതിനോട് കുറച്ച് നേരം 6:17 10 മിനിറ്റോടെ നമ്മൾ വന്നിട്ട്. കാണാനില്ല ഇവിടുന്ന് വണ്ടി എന്തായാലും. ഫൈനലി കയറി വരുന്നുണ്ട്. ടു 8078 ആണല്ലോ. അപ്പോൾ സെറ്റിൻ്റെ പേരെ കാണാനില്ല. 12620 മംഗളൂരു സെൻട്രൽ ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിക്ക് അടുത്ത മാസം ഫെബ്രുവരി ആണോ മാർച്ച് ആണോ ഓർമ്മയില്ല മുതൽ LHB കോച്ച് കിട്ടും. ഇതിനുള്ള LHB കോച്ച് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വൺ ടൈമായി. മത്സ്യഗന്ധയും പുറപ്പെട്ടു. അത്യാവശ്യം എല്ലാം വളരെ പഴയ കോച്ചുകളാണ് മത്സ്യഗന്ധയുടെ. ഈ ഒരു പ്രശ്നത്തിൽ ഇവിടുത്തെ MP ഇടപെടുകയും മറ്റും ചെയ്തിരുന്നു. കാര്യം വളരെ പഴയ കോച്ചുകൾ ഇത് വിടുന്നത്. ഇത് ട്രിവാൻഡ്രം ഡിവിഷൻ്റെ ട്രെയിനാണ്. ട്രിവാൻഡ്രം മാംഗ്ലൂർ എക്സ്പ്രസ് വേയിട്ട് തന്നെ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. വളരെ പഴയ കോച്ചുകളാണ് പൊതുവെ. അപ്പോൾ പ്രശ്നമായി. അങ്ങനെയൊക്കെയാണ് ഇതിന് LHB ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ മാർച്ച് മുതൽ LHB ആവും ഇത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ഭട്കലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കുന്താപുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഭട്കലിലെത്തിയപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ വയ്ക്കുമ്പോഴേക്കും ട്രെയിൻ വിടുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് പിന്നെ ഭട്കൽ പിന്നെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കുന്താപുര സ്റ്റേഷനിലോട്ട് കയറിയിരിക്കുകയാണ്. വെളിച്ചം പതിപോലെ എല്ലാ KR സ്റ്റേഷനിലെയും പോലെ ഇവിടെ വെളിച്ചം വളരെ കുറവാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മംഗലാപുരം ജംഗ്ഷൻ മംഗളൂരു ജംഗ്ഷനിലാണ് പിന്നത്തെ സ്റ്റോപ്പ്. വിൻ്റർ ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു മഞ്ഞോ തണുപ്പോ ഒന്നുമില്ല. രാത്രിയിൽ നല്ല ചൂടാണ് തോന്നുന്നു ഇവിടെ. പ്രത്യേകിച്ച് കുറച്ച് ദിവസം 10 ദിവസത്തോളം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലും കൂടി ആയിരുന്നുകൊണ്ട് ഈ ചൂട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുന്താപുരയിൽ നിന്ന് പുറപ്പെട്ടു. വണ്ടി ഒരു ഇത്തിരി ലേറ്റ്, ഒരു 10-15 മിനിറ്റോളം ലേറ്റാണ്. ഇത്രേ ഉള്ളൂ, വലിയ ഡിലേ ഇല്ല. കൊങ്കണിൽ എനിക്ക് ആദ്യമായിട്ടൊന്നും നമ്മൾ ഡിലേ ഇല്ലാണ്ട് ഓടുന്നു. മറ്റേ കൊങ്കണിലെ എല്ലാ യാത്രകളും വന്ദേ ഭാരത് ഒഴികെ ബാക്കി എല്ലാ യാത്രകളും ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുന്താപുരം കഴിഞ്ഞു. ഇനി ഉടുപ്പി എത്തുന്നതിന് മുമ്പ് ഞാൻ പോയി എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. ഡിന്നറെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഉടുപ്പിലോട്ട് വലിയ ദൂരമൊന്നുമില്ല, എന്നാലും. ബാർക്കൂറു സ്റ്റേഷനാണ്. ബാർക്കൂറു ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചതാണ്. ഉടുപ്പിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ്. കുന്താപുരയ്ക്ക് ഉടുപ്പിക്കിടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോയില്ല. ഞാൻ വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടു ഉടുപ്പി കണ്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ എന്തായാലും. നല്ല നിലാവുള്ള രാത്രിയാണ്.
ഹാഫ് 730201. ഇത് എറണാകുളം മഡ്ഗാവ് വീക്ക്ലി എക്സ്പ്രസ്. അഞ്ച് മിനിറ്റ് പോയി ഇവിടെ. 8:15, 8:10 വന്നായിരുന്നു, 8:15 ഇറങ്ങി. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റോപ്പും കൊങ്കൺ റെയിൽവേയിലെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ഉടുപ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരുണ്ട്. എനിക്കൊന്നും ഇതൊന്നും നമ്മുടെ വണ്ടികളല്ലാന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി ടുവേർഡ്സ് മുംബൈ പോകുന്ന വണ്ടികൾക്കുള്ളതായിരിക്കും. ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് മംഗള എക്സ്പ്രസ്സും ഒക്കെ വരാനുണ്ട്. അതുപോലെ നമ്മുടെ പുറകെ ബാംഗ്ലൂർക്കുള്ള പഞ്ചഗംഗ എക്സ്പ്രസ്സും വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തിരക്കുണ്ടാവും. इस गाड़ी से पधारे यात्रियों का यहाँ हम हार्दिक स्वागत करते हैं. May I have your attention please? Train number 12618 ഇതിൻ്റെ AC ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ്ലി കട്ട് ഓഫ് ആവുന്നുണ്ട് AC. അതായത് AC അല്ല, ഇലക്ട്രിക്കൽ യൂണിറ്റ് മൊത്തം ACയും ചാർജേഴ്സും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്തെങ്കിലും ഇലക്ട്രിക്കൽ സപ്ലൈ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. प्लेटफॉर्म क्रमांक 1 से चलने को तैयार है. सफल मंगलमय यात्रा की कामना करते हैं. May I have your attention please? एर्नाकुलम मंगला लक्षद्वीप superfast എന്തോ സീനുണ്ട്. കുറച്ച് ചെക്കന്മാരെ പിടിച്ചുകൊണ്ട് പോയി, മലയാളികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെയല്ല, നമ്മൾ ഉടുപ്പി വിട്ടു. ഞാൻ ഉടുപ്പി ഇവിടുന്ന് പിടിക്കുന്ന നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞപ്പോഴേക്കും ട്രെയിൻ ലോക്ക് ഹോൺ അടിച്ചു. പിന്നെ പിടിച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ ഉടുപ്പിൽ നിന്ന് വിട്ടു. എന്നാൽ പിന്നെ നമുക്ക് പോയി ഫുഡ് കഴിച്ചേക്കാം. അതെ ഫോക്സ്, നമ്മൾ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 21:48 21:43 ഇവിടെ എത്തിയായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ബിഫോർ ടൈമാണ്. 1 മണിക്കൂർ ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഇവിടുന്ന് 10:40 നമ്മൾ പുറപ്പെടുള്ളൂ. കുറേ നേരമുണ്ട് ഇവിടെ. ഒരു പ്ലാറ്റ്ഫോം നമ്പർ 1 അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കണം. അമൃത് ഭാരത് സ്കീമിൻ്റെ വർക്കുകൾ നടക്കണം. കുറേയൊക്കെ വർക്ക് ആയിക്കഴിഞ്ഞു. ഇപ്പുറത്തു നിന്ന് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്.
37303 വഡോദര ആയിരിക്കും. വഡോദരയുടെ വൽസാടായിരിക്കും. വഡോദരയുടെ ആണ് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്. അപ്പോൾ മംഗലാപുരം ജംഗ്ഷനിൽ നമ്മൾ പോസ്റ്റായിട്ട് ഇപ്പോൾ നേരം കുറച്ച് ഇപ്പോൾ മണി 10-11 ഇനി നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ കൂടി ഉണ്ട് നമ്മുടെ ട്രെയിൻ പോകാൻ. മീൻ വയൽ നമുക്കൊരു അടിപ്പൻ സാധനം പ്ലാറ്റ്ഫോം നമ്പർ 3 വഴി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ മഡ്ഗാവ് മാംഗ്ലൂർ സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വരുന്നത്. മഡ്ഗാവിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രലിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. കോച്ചുകളൊക്കെ കണ്ടോളൂ, കാലിയാണ്. ചിലതിലൊന്നും ആരുമില്ല. എക്സിക്യൂട്ടീവ് ക്ലാസ്സിലൊക്കെ കാലിയാണ്. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് പോയി. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ലോക്മാന്യ തിലക് ടെർമിനസ് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് കയറുന്നത്. 16346. റോയപുരത്തിന് 30367 ആണ് ലോക്കോ. നമ്മൾ ഇന്ന് കാണുന്ന രണ്ടാമത്തെ നേത്രാവതി എക്സ്പ്രസ് ആണിത്. നമ്മളിവിടെ എത്തുന്ന തൊട്ട് മുമ്പായിരുന്നു നമ്മുടെ പേരിംഗ് ട്രെയിനായി മംഗള പോയത്, അല്ലെങ്കിൽ നമുക്ക് അതും കൂടി കാണാമായിരുന്നു. സമയം 10:38. 10:30 കഴിഞ്ഞപ്പോഴേ സ്റ്റാർട്ടറായിരുന്നു. നമുക്ക് കറക്റ്റ് 10:40 എടുക്കാനായിട്ട് അവർ സ്റ്റാർട്ടറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യം 10:40 തന്നെ നമ്മൾ അനങ്ങി. ചെറുതായിട്ടൊരു മഞ്ഞുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് വെറും തോന്നലാണ് കേട്ടോ. മഞ്ഞൊന്നുമില്ല, നല്ല മുടിഞ്ഞ ചൂടാണ്. 28 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഇവിടെ. ഫീൽസ് ലൈക്ക് 31 എന്ന് കാണിക്കുന്നുണ്ട്. ഫീൽസ് ലൈക്ക് 31 ശരിക്കും. നല്ല ഹ്യൂമിഡിറ്റിയും. അപ്പം അങ്ങനെ നമ്മൾ മംഗലാപുരം ജംഗ്ഷൻ, മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് കൃത്യസമയമായ 10:40 പ്രയാണം തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഷൊർണൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇതെൻ്റെ ബംഗളയല്ല, എൻ്റെ ബംഗള ഇങ്ങനെയല്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ്. എല്ലാ സ്ഥലത്തെയും ബിഫോർ ടൈമാണ്. അതേ കിടക്കുന്നു ഷൊർണൂർ. മണി 3:40 ഉള്ളൂ. ഞാൻ 3:30 എൻ്റെ കുറച്ച് നേരത്തെ എൻ്റെ ഒന്ന് ഫ്രഷപ്പൊക്കെ ആവാമല്ലോ എന്ന് വെച്ച് നേരത്തെ എൻ്റെ ആവും. അതേ വണ്ടി ഷൊർണൂർ ഒന്ന് കയറുന്നു ഓൾറെഡി. സോ വെൽക്കം ടു ഷൊർണൂർ ഫോക്സ്. കിടക്കുന്ന റോയപുരം ഷെഡിൻ്റെ ഏതോ ഒരു ലോക്ക് 7 അതേ ട്രെയിന്. രാജ്യറാണി, രാജ്യറാണി പക്ഷെ കിട്ടില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീട്ടിൽ പോയി ഇറങ്ങായിരുന്നു പൊട്ടച്ചാല. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്ത് തിരിച്ചു വരട്ടെ. നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള പോലെ. അപ്പോൾ അതാണ് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. നമ്മളങ്ങനെ ഷൊർണൂർ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഈ ലോങ് യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ 2 ദിവസവും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻറ്റ്സ് എല്ലാം രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പും അതുപോലെ സൂപ്പർ താങ്ക്സ് ഒക്കെ മേടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you very soon in another brand new video. Until then, bye bye.